Hi, my name is Sophia, proprietor and chief designer of Saki. നമ്മൾ റീസെന്റ് ബിഫോറിന്റെ ഒരു സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോർ അവർ ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സ്ആപ്പ് ഓട്ടോമേഷന് വേണ്ടിയിട്ട്. അപ്പം അവരുടെ ആ ഒരു സർവീസിന്റെ ആ ഒരു നമുക്ക് എന്തെങ്കിലും ഡിഫറൻസസ് വന്നിട്ടുണ്ടെന്ന് പറയാമെന്ന് കരുതി. നമ്മുടെ ആക്ച്വലി 6.5 lakhs എബോവ് ഫോളോവേഴ്സ് വരുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജാണ് നമുക്കുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈ വോളിയത്തിലുള്ള ഒരു കസ്റ്റമർ എൻക്വയറീസും ഒക്കെ ഉള്ള ഒരു പേജ് തന്നെയാണ്. അപ്പോൾ അത് 2 months ബിഫോർ വരെ നമ്മളൊരു മാനുവലി ആണ് അത് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്ര അത് എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയില്ല, എല്ലാവരിലേക്കും എത്താൻ പറ്റുമെന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓട്ടോമേഷൻ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നതും ബിഫോറിനെ കോൺടാക്ട്. ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നമ്മുടെ സെയിലിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫ്ലോ ചാർട്ട് എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് 2 months അനാലിറ്റിക്സ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. സെയിലാണെന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫോളോവേഴ്സ് ഗ്രോത്തിലാണെങ്കിലും ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മോറോവർ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്ത്, അതായത് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്ട്സിന്റെ ഒരു കസ്റ്റമർ എൻക്വയറി അല്ലെങ്കിൽ പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻബോക്സിലോട്ട് തന്നെ കറക്റ്റായിട്ട് അതിന്റെ ലിങ്ക് ചെല്ലുന്ന രീതിയിലാണ് ഈ ഒരു ഓട്ടോമേഷൻ ചെയ്യുന്നത്. അതാണ് ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഒരു ഇത്. അതേപോലെ തന്നെയാണ് കസ്റ്റമർ എൻഗേജ്മെന്റ്. അതായത് ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം അനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന്റെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ ഫോളോവർ ബേസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഇത് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ഓട്ടോമേഷനിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മോറോവർ എനിക്ക് ഇവരുടെ ഒരു സർവീസ് ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവരെ എടുത്ത് പറയാൻ ബിഫോറിന്റെ ആ ഒരു സർവീസിനെ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു റിവ്യൂ തരാനുള്ള റീസൺ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക എനി ടൈം നമ്മൾ വിളിച്ചു കഴിഞ്ഞാലുള്ള ഒരു സർവീസാണ്. ഇപ്പം ആൻഡ് ഇൻസ്റ്റാഗ്രാം മോട്ടിവേഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വെബ്സൈറ്റും ചെയ്തിരിക്കുന്ന ബിഫോർ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാ സമയത്തും, ഇവൻ മിഡ് നൈറ്റ് ഒരു 12 o'clock 1 o'clock നമ്മുടെ ചില സമയത്ത് നമ്മുടെ വെബ്സൈറ്റ്സിന് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എപ്പോൾ വേണേലും വിളിച്ചാലും ആ ഒരു സർവീസ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു ടീമാണ് ബിഫോർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് ട്രസ്റ്റ് ബേസിസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 100% അവരെ അവർ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സർവീസ് കിട്ടും എന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ്. ആൻഡ് താങ്ക് യു വെരി മച്ച് ബിഫോർ ഫോർ ദിസ് എക്സലന്റ് സർവീസ് ദാറ്റ് യു ആർ ഗിവൻ ടു സെക്ട്.